നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചേട്ടാ ഒരു കിണറ്റിൽ നിന്ന് 3 ദിവസമായിട്ട് പട്ടിയാണോ കുറുക്കനാണോ അതിൽ കരച്ചിൽ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി നോക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്നപ്പം ഒരു പട്ടി 3 ദിവസമായി കിണറ്റിൽ വീണുണ്ട്. അതൊരു പറമ്പിൻ്റെ നടുക്കാണ്. മനുഷ്യർക്കൊന്നും കാടൊക്കെ പിടിച്ച് കിടന്നുകൊണ്ട് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് കയറും കൊട്ടയും ഒക്കെ ആയിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ കയറ്റാം, ഇത് കരയ്ക്ക് വന്നാലും ഇത്രയും ദിവസം വെള്ളത്തിരുന്നുണ്ട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെ ഒരു പോസ്റ്റ് എടുത്ത് നമ്മൾ കിണറിൻ്റെ നടുക്കൂടെ ഇട്ടു. സൈഡിൽ കയ്യാലി ഒന്നുമില്ല, അപ്പം മേളിൽ ഇടിഞ്ഞു പോവാം. നമ്മളങ്ങനെ അവസാനം അവനെ പതുക്കെ നമ്മൾ കുറേ നേരത്തെ ശ്രമം കൊണ്ട് കൊട്ടയും ചാക്കും ഒക്കെ വെച്ച് നമ്മൾ കരയ്ക്ക് കയറ്റിയപ്പോഴും അപ്പം മേളിലും കടി കിട്ടാമെന്നൊരു പ്രതീക്ഷ തന്നെ നമ്മൾ നീന്താനെന്ന് ചോദിച്ചാൽ ഇവർ ഇത്ര വെള്ളത്തിൽ കിടന്നതല്ലേ. അപ്പോൾ അവസാനം അവനെ നമ്മൾ കരയ്ക്ക് എത്തിച്ചപ്പോൾ അവൻ നല്ല ടയേർഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഏകദേശം 3 ദിവസം വെള്ളത്തിൽ തന്നെ ഭക്ഷണമൊന്നും ഇല്ലാതെ കിടന്നു. അവൻ കടിക്കത്തില്ല, അവൻ്റെ നിസ്സഹായമായ അവസ്ഥ നമുക്ക് മനസ്സിലായി. നമ്മളവനെ കരയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ വല്ലതും കൊടുക്കണം എന്നോർത്തിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ വിളിച്ചു. നമ്മുടെ സുഹൃത്തുണ്ട്, പുള്ളി പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു മരുന്ന് നമുക്ക് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ശരീരത്തിന് ചൂട് കൊടുക്കണം. നമ്മളതിന് നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ അയലക്കത്തെ ഒരു വീട്ടിൽ പോയി തുണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇച്ചിരി ബിസ്ക്കറ്റും കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി ഒരു സുഖനിദ്ര നമ്മളോടത്തിന് പറ്റുമോ കുറേ നേരം പുതപ്പുമൊക്കെ ചെറിയൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് പുതപ്പിച്ച് കിടത്തി നമ്മൾ. അപ്പം നമ്മുടെ വീട് അവിടെ നിന്ന് കുറേ ദൂരെയാണ്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നവരെ പുതപ്പിച്ച് കിടത്തിയിട്ട് പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നൊരു മരുന്നും കൊടുത്തായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്ന്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വൈകിട്ട് ഒരു മഴയൊക്കെ പെയ്തപ്പം പുള്ളി പതുക്കെ എണീറ്റ് ആക്റ്റീവായിട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം അതുവഴി വന്ന് 2-3 ദിവസം അവിടെ വന്ന് ചിലപ്പോൾ നമ്മളെ അന്വേഷിച്ചായിരിക്കും വന്നത്. നമ്മളവനെ രക്ഷിച്ചതിൻ്റെ സ്നേഹമായിരിക്കാം. പിന്നെ അവനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം 3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നുകൊണ്ട് നമുക്ക് അവനെ മനസ്സിലായുമില്ല. പിന്നെ കണ്ടാലും നമുക്ക് തിരിച്ചറിയത്തില്ല. ഇപ്പം ഭയങ്കര ക്ഷീണിതനായിട്ട് തന്നെയായിരുന്നു. എന്നാലും നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയെന്നുള്ളതിനൊരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ.